നോയമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിന്ന് വ്യത്യസ്തമായിട്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ. ഞാനപ്പോൾ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രത്യേകം പറഞ്ഞു, ചേച്ചി അത് വീഡിയോ ഇടണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാമെന്ന് വെച്ച്. അപ്പോൾ അതിനായിട്ട് ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ നമ്മുടെ പച്ച മാങ്ങ, പിന്നെ ക്യൂക്കമ്പർ, ഇത് മൂന്നും നല്ല സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തേക്കുവാണ്. ഒരു ക്യാരറ്റുണ്ട്, ഒരു മാങ്ങയുണ്ട്, ഒരു ക്യൂക്കമ്പറുണ്ട്. ഇനി നമ്മൾ അടുത്ത അതിലേക്കായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഞാനൊരു ഹാഫ് ഓണിയൻ എടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ ഓണിയൻ എടുക്കാം. എനിക്ക് ആ ഓണിയൻ്റെ ആ ഒരു ചുവ അത്ര താല്പര്യമില്ല. അപ്പോൾ ഒരു ഹാഫ് ഓണിയൻ ഇതുപോലെ തീരെ കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ മല്ലിയില ഇതൊരു ചെറിയതായിട്ട് അരിഞ്ഞു, ഇഞ്ചി കനം കുറഞ്ഞിട്ട് ഇത്രയും നീളത്തിലരിഞ്ഞു, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സാധനം ഇച്ചിരി കറിവേപ്പില വേണമായിരുന്നു. കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ച എന്താ പറയുക മല്ലിയില അരിഞ്ഞ പോലെ തന്നെ നമുക്ക് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ നാരങ്ങ പിഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് 2-3 സ്പൂണ് നാരങ്ങ നീരൊഴിക്കുക. നമുക്ക് മാങ്ങയ്ക്ക് പുളിയുണ്ട്, പക്ഷേ ഒത്തിരി പുളിയില്ല കേട്ടോ ഇവിടുത്തെ മാങ്ങയ്ക്ക്. ഇത് ടെസ്കോയിലെ മാങ്ങയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടെ ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ ഇടുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയൊക്കെ ആവശ്യം നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിടാം. പിന്നെ ലാസ്റ്റ് ഇടുന്നത് കുറച്ച് തേനാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് നമുക്കിവിടെ ടെസ്കോയിൽ നിന്ന് കിട്ടുന്ന തേനാണ്, നമ്മുടെ നാട്ടിലെ പോലെ പ്യുവർ തേനല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് കുറച്ച് സെസമി ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി അതും കൂടെ കൂട്ടി നമ്മൾ ഒന്നോടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നും കൂടെ കടയിൽ ചെന്നപ്പോൾ ഒരു നല്ല ഫ്രഷ് മാങ്ങ ഇരിക്കണം. അപ്പോൾ 2-3 മാങ്ങ കിട്ടിയപ്പോൾ ഒരു മാങ്ങ ഇട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ ക്യാരറ്റ് ക്യുക്കുംബർ സാലഡ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാം, കാരണം നല്ലതായിട്ട് ഫില്ലിംഗ് ആവും കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.